ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി നമ്മൾ വർക്കിന് ആയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് പെട്രോൾ ലീക്ക് പറഞ്ഞിട്ടുണ്ട്, എഞ്ചിൻ ഓയിൽ ലീക്ക്, ക്ലച്ച് സൈഡിൽ നിന്ന് എഞ്ചിൻ ഓയിൽ ലീക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി കയറ്റി ഓയിൽ ലീക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് സൈഡിലെ ഓയിൽ സീൽ പോയേക്കണം, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ പോയേക്കണമാണ്. മൊത്തം ഓയിലിൽ കുതിർന്നാണ് ഈ സൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വരുന്ന ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടല്ലോ, ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ടാണ് ഈ ഓയിൽ സീൽ ലീക്ക് ആയേക്കണത്. അപ്പോൾ നമുക്ക് ക്രാങ്ക് അലൈൻമെൻറ്റ് പോകാമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഷാഫ്റ്റുമാണ് നമ്മൾ അതിൻ്റെ ബാക്കിയത്തെ വീല് കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചു തന്നെ. അപ്പോൾ ഇതിൻ്റെ അലൈൻമെൻറ്റ് പോകുമ്പോൾ ഈ ഓയിൽ സീൽ കൃത്യമായിട്ട് ഇവിടെ കവറാവില്ല. ഈ ഷാഫ്റ്റ് ഇങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യും. കറക്റ്റ് സ്റ്റേബിളായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നിടത്ത് ഓയിൽ സീൽ കൃത്യമായിട്ട് കവർ ചെയ്തിരിക്കും. കയറി ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്കാണ് എഞ്ചിൻ ഓയിൽ പുറത്തേക്ക് വന്നത് കേട്ടോ. അപ്പോൾ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റ് നമുക്ക് അലൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് ചെയ്യാവുന്ന ഈ രീതി ഇവിടെ നിന്ന് ചെയ്യാനാണ് പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഫുള്ള് എഞ്ചിൻ അഴിച്ച് ചെയ്യേണ്ട കേസാണ്. അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലച്ച് സൈഡിൽ നിന്ന് ക്രാങ്ക് അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം ഫുള്ള് ക്ലീൻ ചെയ്ത് ഓയിൽ സീൽ മാറ്റി നമ്മൾ റീസെറ്റ് ആക്കാം. ഈ സൈഡിലെ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലെ ഓയിൽ സീലും പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ രണ്ട് ഓയിൽ സീലുകളും മാറ്റിയിട്ടേക്കാം. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല. ബെൻഡെക്സിൻ്റെ ഇവിടുത്തെ ഇവിടെ ഒരു പ്ലേറ്റ് പോലെ വന്നിട്ടുണ്ട്. അത് ഇല്ലാത്തത് കൊണ്ടാണ് അത് സെൽഫ് അടിക്കുന്ന സമയത്തൊക്കെ സൗണ്ട് കിട്ടാത്തത്. അല്ലെങ്കിൽ ക്രാങ്ക് അലൈൻമെൻറ്റ് പോകുമ്പോൾ നമുക്ക് സെൽഫ് അടിക്കുമ്പോൾ കൃത്യമായിട്ട് സൗണ്ട് വ്യത്യാസം കാണിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. ക്രാങ്ക് അലൈൻമെൻറ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമുക്ക് പുറമേ നിന്ന് അലൈൻ ചെയ്ത് നോക്കാൻ മാത്രമാണ് പറ്റുള്ളൂ. പുറമേ നിന്ന് ചെയ്യാൻ പറ്റും അത് മാത്രമാണ്. അത് നമ്മൾ ചെയ്തിടാം കേട്ടോ. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റ് ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കൈയോടെ മാറ്റി കളയണം. കാരണം അത് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് കോട്ടിങ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മെറ്റലാണ് വരാം. ആ പ്ലാസ്റ്റിക് കോട്ടിങ് കട്ട് ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയത്തെ മൊത്തം മെറ്റലാണ് മൊത്തം അടിച്ചു പോകും. അപ്പോൾ ഇതിങ്ങനെ സെറ്റായിട്ടാണ് വരാം, ഒരു കിറ്റായിട്ടാണ് വന്നെ. അത് നമുക്ക് മാറ്റിയിടണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബെൽറ്റ് ഓൾറെഡി ഇവിടെ പൊട്ടിയിട്ട് ഇവിടെ നിന്ന് കട്ടയൊക്കെ തെറിച്ച് പോയിട്ടുണ്ട്. അത് നമുക്ക് കൈയോടെ മാറ്റി കളയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് മൊത്തം ഓയിലാണ്, തന്നെയായിട്ട് അവിടുന്ന് ലെഗൊക്കെ കടന്നു പോയി ഒരവസ്ഥയിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ ബെൽറ്റ് മാറ്റിയിടണം. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ഓയിലാണ്, മൊത്തം ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. ഇവിടെയൊക്കെ ഓയിലാണ് കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടേക്കാം. പിന്നെ നമുക്ക് പറഞ്ഞാണ് കംപ്ലയിൻറ്റ് പെട്രോൾ ലീക്കിൻ്റെ കേസാണ് പറഞ്ഞാണ്. പെട്രോൾ ലീക്കിൻ്റെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാലേ കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റാണ്. കാർബേറ്റർ ഈ വന്ന ഭാഗത്തുണ്ടല്ലോ, ശരിക്കും പെട്രോൾ കിടന്ന് മെൽറ്റായ അവസരം ഈ ഫ്ലോട്ട് വാൽവ് കൃത്യമായിട്ട് വന്ന് അടയുന്നില്ല. അടയുന്ന ആ ഗ്യാപ്പ് ഒരു ദ്രവിച്ച പോലെ എടുത്തു പോയേക്കാണ് ഈ ഹോളിൻ്റെ ഉള്ളിൽ കേട്ടോ. അതാണ് ഓവർഫ്ലോ വരാനായിട്ടുള്ള മെയിൻ കാരണം. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഈ ടാങ്കിൽ നിന്ന് പെട്രോൾ ടാപ്പ് വഴി കാർബേറ്ററിലേക്കാണ് പെട്രോൾ സപ്ലൈ ചെയ്യുക. അത് ശരിക്കും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ടാങ്കിൽ നിന്ന് കാർബേറ്ററിലേക്ക് പെട്രോൾ വരാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ മൊത്തം അഴിച്ചു വെച്ചേക്കാണ്. പക്ഷെ എന്നാൽ പോലും പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരു കാരണമാണ്. കാരണം ഒന്നാമത് കാർബേറ്റർ വീക്ക്, ഫ്ലോട്ട് വാൽവ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അടയുന്നില്ല. കൂട്ടത്തിൽ കൂടെ ഫുൾ ടൈം ടാങ്കിൽ നിന്ന് പെട്രോൾ വന്ന് നിൽക്കുമ്പോൾ അത് പെട്രോൾ ഇങ്ങനെ വെറുതെ ഓവർഫ്ലോ ആയിട്ട് പോകാനായിട്ടുള്ളൊരു കാരണമായിട്ട് മാറും. ഈ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് 100% നമുക്കിത് റിപ്പയർ ചെയ്ത് റെഡിയാക്കൽ പോസിബിൾ അല്ല. കാരണം നമ്മൾ എങ്ങനെ ചെയ്താലും അത് ക്ലിയർ ആവാനായിട്ടുള്ള സാധ്യത 90% കുറവാണ്. അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് നോക്കണമെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ബാക്കിയത്തെ ഫ്ലോട്ട് വാൽവും സ്ലോ ജെറ്റ് കാർബേറ്റർ ക്ലീനറൊക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വരുമ്പോൾ ഏകദേശം ഒരു 550 രൂപ 600 രൂപ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും ചിലവ് വരും. ഫ്ലോട്ട് വാൽവിൻ്റെയും ജെറ്റും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അത് ശരിയാവും എന്നുള്ള കേസിൽ നമുക്കൊരു ഉറപ്പില്ലാത്തൊരു കേസാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഓപ്ഷനാണ്. ഒന്ന് നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്ത് നോക്കാം. കംപ്ലയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പൈസ പോകും. അതല്ലെങ്കിൽ കാർബേറ്റർ അസംബ്ലി എന്തായാലും കംപ്ലയിൻ്റാണ്. കാർബേറ്റർ അസംബ്ലിയെ പാടി മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം. കൂട്ടത്തിൽ കൂടെ പെട്രോൾ ടാപ്പും ആ പൈപ്പും മാറ്റിയിട്ട് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് അവിടെ അങ്ങോട്ട് തീർന്നോളും. അതാണ് ഒരു സൊല്യൂഷനുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ പെട്രോൾ E20 പെട്രോളാണ്, എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് ഒട്ടുമിക്ക വണ്ടികളും വന്ന കംപ്ലയിൻ്റാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിക്കും വന്നേക്കണേ. അതിപ്പോൾ പുതിയ കാർബേറ്റർ വെച്ചാലും വരില്ല എന്ന് ചോദിച്ചാൽ വരാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ സാധ്യത എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടിക്ക് ഓട്ടം കുറവാണെങ്കിൽ കംപ്ലയിൻറ്റ് പെട്ടെന്ന് വരും. അതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് കൃത്യമായിട്ട് പറയണം കാർബേറ്റർ എന്താണ് ചെയ്യേണ്ടത്. ക്ലീൻ ചെയ്ത് നോക്കിയാൽ മതിയോ? ക്ലീൻ ചെയ്ത് നോക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് 550-600 നമുക്ക് ചിലവുണ്ട്. ഇനി നേരെ മറിച്ച് നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഓവർഫ്ലോ കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നാൽ പിന്നെ നമ്മൾ വീണ്ടും ഈ പൈസ കൂടാണ്ട് വീണ്ടും കാശ് കൊടുത്ത് കാർബേറ്റർ നമ്മൾ മേടിച്ച് വെക്കേണ്ടതായിട്ട് വരും. അത് അറിഞ്ഞിരിക്കുക. ക്ലീൻ ചെയ്യണതിന് അതിൻ്റേതായിട്ടുള്ള ചിലവുണ്ട്. അത് കയറ്റി സെറ്റ് ചെയ്തതിന് ശേഷം കംപ്ലയിൻ്റ് ആണെങ്കിൽ വീണ്ടും നമ്മൾ കാർബേറ്റർ മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ കാർബേറ്റർ കൈയോടെ മാറ്റുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അതല്ലെങ്കിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെന്ന് ഞാൻ പറയുകയാണ്. അത് കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറയാം. ക്ലച്ചിനകത്തും ഈ പറഞ്ഞ രീതിയിലുള്ള ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലയിൻ്റ് ഉണ്ട്. അത് തൽക്കാലം അലൈൻ ചെയ്തിട്ടാണ് ബാക്കിയത്തെ നമ്മൾ ബെൽറ്റ് ക്ലച്ച് ക്ലച്ചിൻ്റെ അകത്ത് വന്ന ഓയിൽ സീലുകളൊക്കെ മാറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിലേക്ക് ഇടണം കേട്ടോ.
അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എനിക്ക് ആ കാർബറേറ്ററിൻ്റെ കേസിലൊരു കൺഫർമേഷൻ തരണം, എന്നാൽ ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ്. അപ്പോൾ അത് ആ രീതി എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയും, ഞാൻ അതനുസരിച്ചിട്ട് ഒരു എസ്റ്റിമേറ്റ് റെഡി ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ തരാം. ഓക്കെ.